സ്വാഗതം. ചരിത്രത്തിലെ വളരെ കൗതുകകരമായ ഒരൽപ്പം ദുരൂഹമായ ഒരു ഗൂഢാലോചനയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. അതെ, ഖുറൈശികൾ മദീനയിലെ അഥവാ യസ്രീബിലെ പണ്ഡിതന്മാരുടെ സഹായത്തോടെ പ്രവാചകനെ കുടുക്കാനൊരുക്കിയ ഒരു വലിയ കെണി. ഈ രസകരമായ ചരിത്രരേഖകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഒരാൾ യഥാർത്ഥ പ്രവാചകനാണോ അതോ വ്യാജനാണോമെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചോദ്യവും. മദീനയിലെ പണ്ഡിതന്മാർ ഖുറേശികൾക്ക് അതിനൊരു ഐഡിയ കൊടുത്തു. കൃത്യം 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി നൽകിയാൽ അദ്ദേഹം യഥാർത്ഥ പ്രവാചകനാണ്. പരാജയപ്പെട്ടാലോ അദ്ദേഹത്തെ ഒരു വ്യാജനായി പ്രഖ്യാപിക്കാം. അത്രതന്നെ. അതാണ് വെല്ലുവിളി. ശരി, നമുക്കിതിലേക്ക് തന്നെ അങ്ങ് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: സ്വന്തം നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് വർഷങ്ങൾക്കു മുൻപ് എങ്ങോട്ടോ അപ്രത്യക്ഷരായ ആ ദുരൂഹരായ യുവാക്കൾ ആരായിരുന്നു? കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? തികച്ചും അത്ഭുതകരമായ ചരിത്രമുള്ളൊരു കൂട്ടം യുവാക്കൾ. മനുഷ്യർക്ക് അത്ര പെട്ടെന്നൊന്നും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു വലിയ രഹസ്യമായിരുന്നു അത്. ഇനി രണ്ടാമത്തെ ചോദ്യം, സത്യം പറഞ്ഞാല് അത് ഇതിലും സസ്പെൻസ് നിറഞ്ഞതായിരുന്നു. ലോകം മുഴുവൻ സഞ്ചരിച്ച് ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറുമൊക്കെ എത്തിപ്പെട്ട ആ വലിയ ലോകസഞ്ചാരി ആരാണ്? ലോകം കീഴടക്കിയ ആ മഹാന്റെ കഥ ആർക്കും അത്ര എളുപ്പത്തിൽ അറിയാവുന്നൊന്നായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ഈ ചോദ്യം അവരുടെ കെണി ഒന്നുകൂടി മുറുക്കി. ഇനി മൂന്നാമത്തെയും അവസാനത്തെയും ചോദ്യം: ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്? നോക്കൂ, മനുഷ്യന്റെ അറിവിന്റെ പരിമിതികളെ തന്നെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന ഒന്നാണിതല്ലേ? ആർക്കും അത്ര പെട്ടെന്ന് ഉത്തരം നൽകാൻ കഴിയാത്ത വിധം വളരെ സമർത്ഥമായി പ്ലാൻ ചെയ്ത ഒരു കെണിയായിരുന്നു ഈ 3 ചോദ്യങ്ങളും എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അസ്ഹാബുൽ കഹഫ് അഥവാ ഗുഹാവാസികളുടെ കഥ. നമ്പർ 7. അതെ, ഈ സംഖ്യ ഒന്ന് ഓർത്തുവെച്ചോളൂ. ഇന്നത്തെ ജോർഡാനിൽ ദഖിയാനോസ് എന്നൊരു ക്രൂരനായ രാജാവുണ്ടായിരുന്നു. ഈ രാജാവിനെ ഭയന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ വിസമ്മതിച്ച 7 യുവാക്കൾ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവരുടെ കൂട്ടിനൊരു നായയുമുണ്ടായിരുന്നു കേട്ടോ. ആ നായ അവർക്ക് കാവലായി ഗുഹാമുഖത്തു തന്നെ ഇരുന്നു. അപ്പോൾ ദൈവം അവരെ ഒരു വലിയ ഉറക്കത്തിലേക്ക് നയിച്ചു. എന്നാൽ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗായ കാര്യം എന്താണെന്നാൽ, ഉറങ്ങുമ്പോഴും അവരുടെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു. കണ്ടാൽ അവർ ഉണർന്നിരിക്കുകയാണെന്നേ ആർക്കും തോന്നുകയുള്ളൂ. അങ്ങനെ പതിറ്റാണ്ടുകൾ കടന്നുപോയി. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ആട്ടിടയൻ തന്റെ ആടുകൾക്ക് താവളമൊരുക്കാൻ ആ കല്ലുകൾ മാറ്റുന്നതുവരെ അവർ ആ അടഞ്ഞ ഗുഹയിൽ തന്നെ ഉറങ്ങുകയായിരുന്നു.